ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഏതവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നതെന്ന്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഓരോ അവസ്ഥകളിൽ ജീവിക്കുന്നവരാണ് അല്ലേ. ഇപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ അവസ്ഥകൾ അച്ഛനും തമ്പുരാനും മാത്രമേ അറിയുള്ളൂ. ഇതേപോലെ എന്നെ കണ്ടുകൊണ്ടിരിക്കുക, എൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾക്കും തമ്പുരാനും മാത്രമേ അറിയുള്ളൂ. കാരണം നമ്മുടെ എത്രമാത്രം അടുത്തിരിക്കുന്ന വ്യക്തികൾക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മനസ്സിലാക്കണമെന്നൊരു നിർബന്ധമില്ല. അങ്ങനെ സാധിക്കാനും സാധിക്കില്ല. കാരണം മനുഷ്യനൊരു മിസ്റ്ററിയാണെന്നാണ് നമ്മൾ ഫിലോസഫിയിലൊക്കെ കേൾക്കുന്നത്. മാൻ ഈസ് എ മിസ്റ്ററി. അപ്പോൾ അങ്ങനെയെങ്കിൽ അവൻ മിസ്റ്ററി ആയത് എങ്ങനെയാണ്? അത്രമാത്രം സൂപ്പർ നാച്ചുറലായിട്ടുള്ള ദൈവമാണ് അവനെ സൃഷ്ടിച്ചത്, മനുഷ്യനെ അല്ലേ. അപ്പോൾ ഒരുവൻ്റെ പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ചിരിക്കണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിൻ്റെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുമ്പിലുള്ള നിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നീ കണ്ടെത്തുന്നതാണ് യഥാർത്ഥ നോമ്പെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ പറ്റിയ ഒരു വചനത്തെ ഞാൻ കണ്ടെത്തി. അത് വേറൊന്നുമല്ല, നമ്മളുടെ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. ധൂർത്തപുത്രൻ തൻ്റെ ജീവിത സാഹചര്യത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? സ്വാതന്ത്ര്യം അല്ലേ. എല്ലാ കാര്യങ്ങളും പിതാവിനോട് ചോദിച്ച് ചെയ്യണം. പിതാവിന് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യാൻ പാടില്ല. പിതാവിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയത്. ആ ബുദ്ധിമുട്ടിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് തൻ്റെ സമ്പത്ത്, തൻ്റെ സ്വത്ത് പിതാവിനോട് ചോദിക്കുന്നത്. നമുക്കറിയാം പിതാവിൻ്റെ ഒരു നേച്ചർ നമുക്കറിയാം. അദ്ദേഹം അത്രമാത്രം ജനറസ് ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കൊടുക്കുന്ന പിതാവ്, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലായിരുന്ന പിതാവ്. അതാണ് പിതാവിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രമാത്രം സമ്പൂർണ്ണനായിരിക്കുന്ന, സ്നേഹത്തിൻ്റെ വക്താവായിരിക്കുന്ന പിതാവ് ധൂർത്തപുത്രൻ സ്വത്ത് ചോദിച്ചപ്പോൾ എങ്ങനെ നോ പറയും? അങ്ങനെ ധൂർത്തപുത്രൻ്റെ ഇഷ്ടപ്രകാരം സ്വത്ത് കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് സ്വാതന്ത്ര്യം തേടി പോകുന്നവൻ അവൻ്റെ യഥാർത്ഥ തനിമയെ തിരിച്ചറിയാതെ അവൻ്റെ തനിമയെ മറന്നുകൊണ്ട് അവൻ്റെ ഇഷ്ടങ്ങൾക്ക്, ചേഷ്ടകൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. നമുക്കറിയാം ധൂർത്തപുത്രൻ്റെ ജീവിതം അവസാനിക്കുന്ന എവിടെയാണ്? കയ്യിലുള്ള സ്വത്തെല്ലാം അവസാനിക്കാം. നമുക്കറിയാം മനുഷ്യൻ അവൻ താളം തെറ്റി ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആത്മീയനല്ലാതെ ആത്മീയത നഷ്ടപ്പെടുത്തിക്കൊണ്ട് താളം തെറ്റി ജീവിക്കുന്നതിന് അവസാനം എത്തുന്നത് ഇടപെടെയാണ്? ഒറ്റപ്പെടലാണ്. നമ്മൾ ഇന്നത്തെ ടേമിൽ പറയുന്നുണ്ട് ഡിപ്രഷൻ, സ്റ്റേജ് ഓഫ് ഡിപ്രഷൻ അല്ലേ. ഇന്ന് പലരും ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നിരിക്കുക, നമ്മളൊക്കെ പോകുന്നുണ്ടായിരിക്കാം. കാരണം എന്താണ്? തനിമയെ ആത്മീയ തനിമയെ, ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണെന്നുള്ള ആത്മീയ തനിമയെ മനസ്സിലാക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ലോകത്തിൻ്റെ ഫാൻറ്റസീസിൻ്റെയൊക്കെ പുറകെ നമ്മളിങ്ങനെ നെട്ടോട്ട് ഓടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന യാഥാർത്ഥ്യമാണ് ദൈവികത എന്ന് പറയുന്നത്. അപ്പോൾ അവസാനം ധൂർത്തപുത്രൻ എത്തുന്ന എവിടെയാണ്? പന്നിക്കൂട്ടിൽ, ആർക്കും വേണ്ടാത്ത ഇടം. അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പന്നിയുടെ തവിടെങ്കിലും തിന്ന് വയറ് നിറയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ ഇവിടെ ചിന്തിക്കണം, ഈ ധൂർത്തപുത്രൻ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അവൻ്റെ തീരുമാനമാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. ഒരിക്കലും ധൂർത്തപുത്രൻ ഈ ബൈബിളിൽ പറയാൻ പാടില്ല. കാരണം അവൻ ധൂർത്തനായിട്ട് ജീവിച്ചിട്ട് അവൻ രക്ഷിക്കപ്പെട്ട മകനായിട്ട് മാറുന്നുണ്ട്. ഈ രക്ഷിക്കപ്പെട്ട മകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ തനിമ അവൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെ തിരിച്ചറിഞ്ഞു? അവൻ ആർക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്നത്തെ തലമുറ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് ജീവിതത്തിൽ ഒറ്റപ്പെടുന്നു. ഡിപ്രഷൻ സ്റ്റേജിൽ അവരെന്താണ് ചെയ്യുന്നത്? അരമുഴം കയറിലേക്ക് അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിക്കുക, ആത്മഹത്യയാണ് ഇന്ന് അല്ലേ. ഇന്ന് നമ്മുടെ ചുറ്റുപാട് ആത്മഹത്യയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? തനിമയെ നഷ്ടപ്പെടുത്തി തന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിലേക്ക് തൻ്റെ കണ്ണ് തിരിക്കാത്തത് കൊണ്ടാണ് ഇന്ന് മനുഷ്യൻ അത്രമാത്രം തന്നിലേക്ക് ചുരുങ്ങിപ്പോകുന്നതും ജീവിതം അവസാനിപ്പിക്കുന്നതും. ധൂർത്തപുത്രൻ ഇത്രമാത്രം തകർന്നിരിക്കുന്ന അവസ്ഥയിലും അവൻ്റെ കണ്ണ് ദൈവത്തിലേക്ക് നോക്കി, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു. അവൻ പറയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്ന ധൂർത്തപുത്രൻ നമ്മൾ കാണുന്നുണ്ട്. ഇതേപോലെ ഞാനും നിങ്ങളും ഈ നമ്മുടെ അവസ്ഥകൾ ഒരുപക്ഷെ ദൈവത്തിന് യോജ്യമല്ലാത്ത പാപാവസ്ഥയിലാണെങ്കിൽ നമ്മളും ഇതുപോലെ പറയണം, കർത്താവിലേക്ക് നോക്കണം. കർത്താവിലേക്ക് നോക്കിയിട്ട് പറയും, ഈശോയെ അങ്ങയുടെ കൂടെ ആയിരിക്കുമ്പോഴുള്ള സമാധാന സന്തോഷവും ഈ ലോകത്തിൽ ഒരിടത്തും നമുക്ക് കിട്ടുകയില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ധൂർത്തപുത്രൻ എടുത്ത ആ തീരുമാനം പോലെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ മടങ്ങിപ്പോകും, ഞാൻ ഇനി മുതൽ അവൻ്റെ മകനെന്ന് വിളിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തന്നെ എളിമപ്പെടുത്തി പിതാവിന് മുന്നിൽ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ സ്വീകാര്യത്വം നഷ്ടപ്പെട്ടോ? തൻ്റെ പുത്രൻ എന്നുള്ള പദവി നഷ്ടപ്പെട്ടോ? ഇല്ല. അല്പം പോലും മങ്ങലേശാതെ, അല്പം പോലും പുത്രൻ്റെ ആ ഒരു സ്വീകാര്യത നഷ്ടപ്പെടുത്താതെ ദൈവം അവനെ വീണ്ടും പുത്ര സ്വീകാര്യത്തിലേക്ക് കൊണ്ടുവരികയും അവന് മോതിരം അണിയുകയും കൊഴുത്ത കാളക്കുട്ടിയെ അവന് വേണ്ടി കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് പിതാവിൻ്റെ സ്നേഹം. നമുക്കറിയാം പുത്രൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ പിതാവ് ഒഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാത്തിരുന്നുകൊണ്ട് പെരമുകളിലായിരുന്നാണ് വചനം പറയുന്നത്.
അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ധൂർത്തപുത്രനെ നോക്കി നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളിന്ന് നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന നമുക്ക് വേണ്ടി നമ്മുടെ തിരിച്ചുവരവ് ഇന്നല്ല നാളെ എന്ന് കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണം തിരിച്ചറിയുക. അതേ സഹോദരങ്ങളെ, ഈ തിരിച്ചറിവിലൂടെ ഞാനും എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ എപ്രകാരമായിരിക്കണം, എൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലം അർത്ഥവത്താക്കി മാറ്റാം. എൻ്റെ അവസ്ഥയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ദൈവ പൈതലാണെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ട് സന്തോഷ സമാധാനം നമുക്ക് അനുഭവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.